രാഷ്ട്രീയ എതിരാളിയായ പിണറായി വിജയനെ ആലിംഗനം ചെയ്യാനാവില്ല എന്ന രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തിന് പ്രതിപക്ഷ നേതാവിന്റെ മറുപടി. ബി.ജെ.പിയുടെ സഹായിയായി രാഹുൽ ഗാന്ധി മാറുന്നു എന്നതാണ് ഇത്തരം സമീപനങ്ങൾ കാണിക്കുന്നത് എന്ന് പിണറായി വിജയൻ വിമർശിച്ചു. രാഹുൽ തന്നെ കെട്ടിപ്പിടിക്കേണ്ട കാര്യമില്ല, എന്നാൽ മോദിയെ രാഹുൽ കെട്ടിപ്പിടിക്കുന്നത് പ്രശ്നമാണെന്നും പിണറായി വിജയൻ പറഞ്ഞു. മോദിയെ കെട്ടിപ്പിടിക്കുന്നതിൽ എനിക്ക് ആക്ഷേപമുള്ളതുകൊണ്ടല്ല, പക്ഷേ ഈ പറഞ്ഞത് മറ്റൊരു തരത്തിലുള്ള ചിത്രീകരണമാണ്. എല്ലാറ്റിനും ഇടയാക്കിയത് കോൺഗ്രസിൻ്റെ സമീപനമാണ്. കോൺഗ്രസിൽ തന്നെ രാഹുൽ ഗാന്ധിയുടെ സമീപനമാണ്. ബി.ജെ.പിയെ സഹായിക്കുന്ന നിലയാണ് വരുന്നത്. ബി.ജെ.പിയുടെ സഹായിയായി മാറുന്ന അവസ്ഥ ഇത്തരം പ്രവൃത്തികളിലൂടെ രാഹുൽ ഗാന്ധിയിൽ നിന്ന് ഉണ്ടാവുകയാണ്. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം കേട്ടപ്പോൾ മോദിയെ രാഹുൽ ആലിംഗനം ചെയ്തതാണ് ഓർമ്മ വന്നത് എന്ന് എം.എ. ബേബിയും പറഞ്ഞു. ഇന്ത്യ മുന്നണിയിലെ പാർട്ടികൾക്ക് പരസ്പരം ഏറ്റുമുട്ടേണ്ടി വരാറുണ്ടെങ്കിലും വിമർശനം നടത്തുമ്പോൾ പാലിക്കേണ്ട രാഷ്ട്രീയ മര്യാദയും അന്തസ്സുമുണ്ട് എന്ന് എം.എ. ബേബി പറഞ്ഞു. വിമർശിക്കുമ്പോൾ ചില മാന്യതയും മര്യാദയും പാലിക്കണമെന്നും CPM ജനറൽ സെക്രട്ടറി അല്പം മുമ്പ് പറഞ്ഞു. എതിർ രാഷ്ട്രീയ ചേരികളിലായതുകൊണ്ട് കേരളത്തിൽ പിണറായി വിജയനെ ആലിംഗനം ചെയ്യാൻ കഴിയില്ല എന്നാണ്. ഇന്ന് ഞാനിവിടെ ഒരു പത്രത്തിൻ്റെ കാർട്ടൂൺ തന്നെ കണ്ടു. അദ്ദേഹം പാർലമെൻറ്റിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയെ ആലിംഗനം ചെയ്യുന്ന ഒരു കാർട്ടൂണാണ്. പിണറായി വിജയനെ ആലിംഗനം ചെയ്യണം രാഹുൽ ഗാന്ധി എന്ന് ഒരിക്കലും ഞങ്ങൾ ആവശ്യപ്പെട്ടില്ല. ആലിംഗനം എന്നുള്ളത് നിർബന്ധിച്ച് പിടിച്ചു വാങ്ങാനുള്ളതല്ല, പരസ്പരം തോന്നുമ്പോൾ സ്നേഹവും സൗഹൃദവും പ്രകടിപ്പിക്കാൻ വേണ്ടി ചെയ്യാനുള്ളതാണ്. വിവരങ്ങളുമായി ER രാഗേഷ് ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്ന്. രാഗേഷ്, ഇതിപ്പോൾ ആലിംഗനം എന്ന വാക്ക് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നത് കൊണ്ട് നിശ്ചയമായിട്ടും രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന എല്ലാ ആളുകളും നരേന്ദ്രമോദിയെ പാർലമെൻറ്റിൽ വെച്ച് അദ്ദേഹം ആലിംഗനം ചെയ്ത് ഓർക്കും നിശ്ചയമായിട്ടും. ഇതിപ്പോൾ രാഷ്ട്രീയ വിവാദമായിട്ട് വരികയാണ്. CPM-ൻ്റെ ഭാഗത്ത് നിന്ന് തിരിച്ചുള്ള വിമർശവും ഇപ്പോൾ പിണറായി വിജയനാണെങ്കിലും എം.എ. ബേബി ആണെങ്കിലും നടത്തിയിട്ടുണ്ട്. ബേബിയുടെ വിമർശനങ്ങളിലാണെങ്കിൽ കോൺഗ്രസിനെതിരെ കാര്യമായിട്ട് DMK-യുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അദ്ദേഹം വിശദമായിട്ട് സംസാരിക്കുകയും ചെയ്തു. ഇന്ത്യ മുന്നണിക്കകത്ത് ഇവർ രണ്ട് കക്ഷികൾ തമ്മിലുള്ള ഇടപെടലുകൾ കുറെ കൂടെ ബുദ്ധിമുട്ടിലേക്ക് നീങ്ങും എന്ന സൂചനകളാണോ? അങ്ങനെ സൂചനകളായിട്ട് വേണമോ നമ്മൾ കാണാൻ? എന്താണ് സംഭവിക്കുന്നത്? അതെ സനീഷ്, അങ്ങനെ വേണം കാണാൻ. കാരണം സവിശേഷമായ സാഹചര്യത്തിലായിരുന്നു ഇത്തവണ ഇന്ത്യ സഖ്യത്തിന്റെ യോഗം ചേർന്നത്. പതിവില്ലാത്ത വിധം വലിയ തോതിലുള്ള വിമർശനം കോൺഗ്രസിനെതിരെ ഉണ്ടായി. അത് CPIM മാത്രമല്ല, കോൺഗ്രസ് സഖ്യകക്ഷികളോടുള്ള കോൺഗ്രസിന്റെ സമീപനത്തെ സമാജ്വാദി പാർട്ടിയും RJDയും JM ഒക്കെ തന്നെ ചോദ്യം ചെയ്തു. അതിൽ സമാജ്വാദി പാർട്ടിക്കും RJDക്കും ഒക്കെ ഉണ്ടായിരുന്ന പരാതികൾ പ്രധാനം DMK കോൺഗ്രസ് കൈകാര്യം ചെയ്ത രീതിയാണ്. JM-ന് അവിടുത്തെ രാജ്യസഭാ തെരഞ്ഞെടുപ്പായിരുന്നു. CPM-ന് തീർച്ചയായും കേരളത്തിൽ ഈ നേതാക്കൾ വന്ന് നടത്തിയ പ്രചാരണമായിരുന്നു CPM-ന്റെ മുഖ്യ വിഷയം. പക്ഷേ അന്ന് അവിടെ ഐക്യത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് ആ യോഗം പിരിഞ്ഞത്. അതിന് കഴിഞ്ഞ് 2 നാൾ, അതായത് ഇന്നലെയാണ് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ഇപ്പോൾ AICC കോൺഗ്രസ് പുറത്തുവിടുകയും ചെയ്തത്. അതിന് പിന്നാലെ സത്യത്തിൽ ആ വിവാദം, അന്ന് അവിടെ ചർച്ച ചെയ്ത് അവസാനിച്ച വിവാദം വീണ്ടും പൊടിതട്ടെടുക്കുന്ന നടപടിയാണ് ഉണ്ടായത്. അതിൽ തന്നെ രാഹുൽ ഗാന്ധി പിണറായി വിജയനെ കെട്ടിപ്പിടിക്കാൻ കഴിയില്ല, രാഷ്ട്രീയ എതിരാളിയാണ് അദ്ദേഹം എന്ന കാര്യം വിശദീകരിക്കുന്ന ഭാഗം ആണിപ്പോൾ വലിയ വിവാദത്തിനും വിമർശനത്തിനുമൊക്കെ ഇടവച്ചിട്ടുള്ളത്. രാഹുൽ ഗാന്ധിയുടെ ആ പ്രസംഗം നോക്കിക്കഴിഞ്ഞാൽ അക്കാര്യം രാഹുൽ ഗാന്ധി സൂചിപ്പിക്കുന്നത് ഐക്യത്തിനുള്ള ആഹ്വാനം ചെയ്തുകൊണ്ടാണ്. പ്രത്യേകിച്ച് ഇന്ത്യ സഖ്യത്തിലെ പല പാർട്ടികൾക്കും പല സംസ്ഥാനങ്ങളിലും അത്തരം നിലപാടൊക്കെ തന്നെ സ്വീകരിക്കേണ്ടി വരും എന്ന കാര്യം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇക്കാര്യമൊക്കെ സൂചിപ്പിക്കുന്നെങ്കിൽ പോലും ആ പ്രസംഗം പുറത്തുവിട്ടതും ആ പ്രയോഗവും ഒക്കെ തന്നെ വലിയ തോതിൽ വിമർശനത്തിന് ഇടവച്ചിട്ടുണ്ട്. അതാണ് തീർച്ചയായും നേരത്തെ രാഹുൽ ഗാന്ധി നടത്തിയ പാർലമെന്റിൽ, ലോക്സഭയിൽ രാഹുൽ ഗാന്ധി 2018 നരേന്ദ്രമോദിയെ ആലിംഗനം ചെയ്ത അടക്കമുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ CPM നേതാക്കൾ രംഗത്ത് വരാൻ കാരണം പിണറായി വിജയനും എം.എ. ബേബിയും അക്കാര്യം ചോദ്യം ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല, പണ്ട് CPM-ന് ഉള്ള പരാതി അതുപോലെ തന്നെ നിലനിൽക്കുന്നെന്നാണ് എം.എ. ബേബിയുടെ വാക്കുകൾ. കാരണം വിമർശനത്തിൽ മാന്യത പാലിക്കണം എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത്. കാരണം നേരത്തെ തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ വിമർശനങ്ങൾ CPM നേതാക്കൾക്കെതിരെ ഉന്നയിച്ചു. BJPയും CPM-ൽ തമ്മിൽ ധാരണയുണ്ട്, പിണറായി വിജയനും നരേന്ദ്രമോദിയും തമ്മിൽ ധാരണയുണ്ടെന്നൊക്കെ തന്നെ ആരോപിച്ചിരുന്നു. അക്കാര്യങ്ങളൊക്കെ തന്നെ വീണ്ടും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ പരാതിയൊക്കെ തന്നെ അതുപോലെ നിലനിൽക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നതായിരുന്നു തീർച്ചയായും എം.എ. ബേബിയുടെ വാക്കുകൾ. CPIക്കും ഈ ഓഡിയോ പുറത്തുവിട്ടതിൽ വലിയ വിമർശനം ഏതായാലും നിലനിൽക്കുന്നുണ്ട്. സനീഷ്, ശരി, നന്ദി രാഗേഷ്. വിവരങ്ങൾക്ക് എന്തായാലും